തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ പെരുന്നാളുകളിൽ വാഴ്ത്തി കർത്താവിനെ സ്തുതിക്കാം. വാർദ്ധക്യത്തിലും ദാവീദ് പുരോഹിതന്മാരെയും ലേവ്യരെയും ചിലരെ പഠിപ്പിക്കാനും ചിലരെ യാഗങ്ങൾ അർപ്പിക്കാനും ചിലരെ പാടാനും ആരാധിക്കാനും ചിലരെ സംഗീത ഉപകരണങ്ങൾ വായിക്കാനുമായി നിയമിച്ചു. ഈ ആരാധന എല്ലാ ദിവസവും ശബത്ത് നാളുകളിലും ഉത്സവ ദിവസങ്ങളിലും നടത്തിയിരുന്നു. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് വിദ്വാൻമാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവിന്റെ നക്ഷത്രം കണ്ടു. നക്ഷത്രം കണ്ട നിമിഷം തന്നെ ആ പൈതലിനെ കാണാൻ അവർ കൊതിച്ചു. അവർ തീരുമാനിച്ചു, നമ്മൾ എങ്ങനെയെങ്കിലും പോയി ഈ പൈതലിനെ കാണണം, അവന്റെ മുമ്പിൽ വണങ്ങി നമ്മുടെ കാഴ്ചകൾ അർപ്പിക്കണം. ഈ ഉറച്ച ആഗ്രഹത്തോടെ അവർ വളരെ ദൂരം സഞ്ചരിച്ച് ബേത്ലഹേമിലെത്തി. ഇന്ന് ഈ ഉത്സവം ആഘോഷിക്കുന്ന നമുക്ക് ഇത്രയും നീണ്ട യാത്ര ആവശ്യമില്ല. യേശു രാജാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കണം. ഇതിന് ദൈവവചനം അഥവാ ഉദയ നക്ഷത്രം നമ്മളെ നയിക്കും. 2 പത്രോസ് 1:19. യേശു എന്ന ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയ നക്ഷത്രമാവുന്നു. വെളിപ്പാട് 22:16. വളരെ ദൂരം സഞ്ചരിച്ച ശേഷം വിദ്വാൻമാർ പൈതലിനെ കിടത്തിയ വീട്ടിൽ പ്രവേശിപ്പിച്ചു. അവർ ശിശുവിനെ അമ്മയായ മറിയയോടൊപ്പം താണു വീണ് അവനെ ആരാധിച്ചു. ഇത്രയും വലിയ ജ്ഞാനികളായ വിദ്വാൻമാർ ഈ ശിശുവിന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു എന്നതിനർത്ഥം അവരുടെ വലിയ ആഗ്രഹം, താഴ്മ, ഭക്തി എന്നിവയാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് അവനെ അത്ര വിനയത്തോടും ഭക്തിയോടും വാഞ്ചയോടും കൂടി ആരാധിക്കാം. സംഗീതത്തിനോ പാരമ്പര്യത്തിനോ സമയം ചെലവഴിക്കുന്നതിനോ പണം സ്വരൂപിക്കുന്നതിനോ വേണ്ടി മാത്രം നമ്മൾ കരോൾ ഗാനങ്ങൾ ആലപിക്കരുത്. മാത്രമല്ല, അവർ തങ്ങളുടെ നിക്ഷേപങ്ങൾ തുറന്ന് വിലപിടിപ്പുള്ളതും വിലയേറിയതുമായ സമ്മാനങ്ങൾ നൽകി. അവർ പൊന്ന്, കുന്തിരിക്കം, മൂര് എന്നിവ അർപ്പിച്ചു. രാജാതിരാജാവിന് പൊന്ന് യോഗ്യമാണ്. അത് വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അത് ദൈവത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം 7 പ്രാവശ്യം ശുദ്ധീകരിച്ച വെള്ളി പോലെയാണ്. സങ്കീർത്തനം 12:6. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പൊന്നുപോലെ തിളങ്ങുന്നു. കുന്തിരിക്കം നമ്മുടെ പ്രാർത്ഥനകളെ പ്രതിനിധീകരിക്കുന്നു. സങ്കീർത്തനം 141:2, വെളിപ്പാട് 5:8. അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ആരാധനയെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണ്. നമ്മളെല്ലാ ദിവസവും നമ്മളെ തന്നെ സമർപ്പിക്കുകയും നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടോ? മൂര് യേശുവിലൂടെ വരുന്ന കഷ്ടപ്പാടുകളെയും മരണത്തെയും ശവസംസ്കാരത്തെയും വിജയത്തെയും പ്രതിനിധീകരിക്കുന്നു. അതുപോലെ സാക്ഷ്യത്തിന്റെ സുഗന്ധവും. നമുക്ക് നമ്മുടെ എല്ലാ നിധികളും നമ്മുടെ കഴിവുകളും അവസരങ്ങളും സമയവും ദൈവവചനവും സമർപ്പിച്ച് കർത്താവിനെ ആരാധിക്കാം. അവന്റെ മക്കളെന്ന നിലയിൽ അവനെ പോലെ കഷ്ടപ്പാടുകളും യാതനകളും സഹിക്കാനും ഈ ഉത്സവം ആഘോഷിക്കുമ്പോൾ ഭയത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ആരാധിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.